മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 21 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മത്തായി 21-ാം അധ്യായത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്ന ഒരു വാക്യമുണ്ട്. ഏതാണ് ആ വാക്യം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതിന്റെ ഉത്തരം ഇതാണ്: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. മത്തായി 21-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള റെഫറൻസ് എന്ന് പറയുന്നത് സങ്കീർത്തനം 118-ന്റെ 22-ലാണ് ഈ വാക്യം നമുക്ക് സങ്കീർത്തനത്തിൽ കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ സ്പെസിഫൈ ചെയ്യണമെന്നില്ല, ഇതിലുള്ള പോർഷൻ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർഷാവസാനം എന്നർത്ഥം വരുന്ന ഒരു പദം. ഇതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആണ്ടറുതി എന്നുള്ളതാണ് കേട്ടോ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം: 2 പ്രാവശ്യം ഇടുകയും 1 പ്രാവശ്യം നീക്കുകയും ചെയ്തത് എന്തിനെ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം മൂടുപടം എന്നുള്ളതാണ്. പുറപ്പാട് 34-ാം അധ്യായത്തിന്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അഹരോനും ഇസ്രായേൽ ജനമൊക്കെയും മോശയെ നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്ത് എന്നുള്ളതായിരുന്നു. മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചത് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചത്. പുറപ്പാട് 34-ന്റെ 30-ഉം 35-ഉം വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 3 അക്ഷരമുള്ള ഒരു പദം, 1ഉം 2ഉം അക്ഷരങ്ങൾ ചേർന്നാൽ ഭൂമി എന്നർത്ഥം, 1ഉം 3ഉം അക്ഷരങ്ങൾ ചേർന്നാൽ എന്റെ എന്നർത്ഥം, 2ഉം 3ഉം അക്ഷരങ്ങൾ ചേർന്നാൽ ബൈബിളിൽ ഇല്ലാത്ത ഒരു സ്ത്രീനാമം ഏതാണ് ആ പദം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മഹിമ ആണ് കേട്ടോ. പുറപ്പാട് 33-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. മഹി എന്ന് പറയുന്നത് ഭൂമി, മമ എന്ന് പറയുന്നത് എന്റെ, അതിൽ ഹിമ എന്ന് പറയുന്നതാണ് സ്ത്രീനാമമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 5 ഉത്തരങ്ങൾ. കറക്റ്റായിട്ട് ഉത്തരം അയച്ചവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം തെറ്റിപ്പോയവരും വിഷമിക്കേണ്ട കാര്യമില്ല, ഇനി ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് റെഡി ആയിട്ടിരുന്നാൽ മതി. അടുത്ത പോർഷൻ പറയുന്നു. പുറപ്പാട് 35 മുതൽ 38 വരെയുള്ള അധ്യായങ്ങളും മത്തായി 22-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത 5 ചോദ്യങ്ങൾ ഉണ്ടാവുക. അത് കാരണം ഇപ്പോഴേ എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.